വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഫണ്ട് ഫ്രണ്ടിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒറിജിൻ ഓഫ് ബിസിനസ്സിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ പറഞ്ഞിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ് ഇവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പോർഷനാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് എല്ലാവരും തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡ് കാണണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെയാണ് പറഞ്ഞ് നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ വരവോടുകൂടി വളരെ നല്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായ ബിസിനസ്സിന് മുൻപ് 5 കോടി ഉണ്ടായിരുന്ന ബിസിനസ് കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പോൾ 10 ഫോൾഡ് 10 മടങ്ങ് ഇൻക്രീസ് ആയി. ഇപ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ 50 കോടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ 5 കോടിയിൽ നിന്നും കമ്പനിയുടെ വാല്യുവേഷൻ 50 കോടിയായി ഉയർന്നപ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഷെയർ വാല്യുവേഷനും അതുപോലെ തന്നെ ഉയർന്നു കാണുമല്ലോ. നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. ആദ്യം 5 കോടി ആയിരുന്നു കമ്പനിയുടെ ഷെയർ വാല്യുവേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു 40% സ്റ്റേക്ക് എക്സിനുള്ളതായിരുന്നു. അപ്പോൾ 40% സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 crore 2 കോടിയോളം വരുന്ന ഷെയർ വാല്യുവേഷൻ ആയിരുന്നു എക്സിൻ്റെതെങ്കിൽ അത് ഇപ്പോൾ 5 കോടി 50 കോടിയായി ഉയർന്നപ്പോൾ എക്സിനുണ്ടായിരുന്ന 2 കോടി അല്ലെങ്കിൽ 2 crore എന്ന് പറയുന്നത് ഇപ്പോഴെത്ര ആയിട്ട് മാറിയിട്ടുണ്ടാവും? 20 crores ആയി മാറി, 20 കോടിയായി മാറി. അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന പ്രൊമോട്ടേഴ്സിൻ്റെതും ഒക്കെ എത്ര കോടി? 10 മടങ്ങ് കൂടിയിട്ടുണ്ടാവും അവരുടെ ഷെയർ വാല്യുവേഷനും. അതായത് അവരുടെ ഷെയറിൻ്റെ വാല്യൂ ആണ് അവിടെ കൂടിയിരിക്കുന്നത്. കമ്പനിയുടെ വാല്യുവേഷൻ കൂടിയെന്ന് പറഞ്ഞാൽ അവരുടെ ഷെയറിൻ്റെ വാല്യൂ ആണ് കൂടിക്കൊണ്ടിരുന്നത് ഇത്രയും നാൾ. ഈ എ എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ വരവോടുകൂടി മൊത്തത്തിൽ കമ്പനിയിലുണ്ടായ മാറ്റമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർ ഷെയർ വാല്യുവേഷൻ എത്ര മടങ്ങ് കൂടി? 10% 10% അല്ല, 10 ഫോൾഡ് 10 മടങ്ങായിട്ടത് കൂടി. ഓക്കെ, അങ്ങനെ എയുടെ വരവോടുകൂടി വീണ്ടും മാനുഫാക്ചറിങ് യൂണിറ്റും റീറ്റെയിൽ ഔട്ട്ലെറ്റും ഒക്കെ വേറെ സിറ്റിയിൽ വേറെ സ്ഥലത്തൊക്കെ തുടങ്ങി നല്ല ബിസിനസ്, നല്ല പ്രോഫിറ്റ്, നല്ല റവന്യൂ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. വീണ്ടും 2-3 വർഷം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വേറെ സിറ്റികളിൽ പലയിടത്തും പുതുതായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ മുമ്പത്തെ പോലെയല്ല, കുറേ മാറ്റങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനും, അതുപോലെ തന്നെ മറ്റ് റിസോഴ്സുകളൊക്കെ ഹയർ ചെയ്യാനും, അവരുടെ ഓവറോൾ ബിസിനസ്സിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അവരെന്ത് ചെയ്തു? പിന്നീട് കമ്പനി ശ്രമിച്ചു. ഈ ഓൺട്രപ്രണർ തീരുമാനിച്ചു, അതായത് എൻ്റെ ബിസിനസ് ഇത്രയും ഉയർന്നു, ഇനി എനിക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കാഴ്ചവെക്കണം, അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എനിക്ക് അത്യാവശ്യമാണ് എന്ന് ഓൺട്രപ്രണറിന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഉള്ള ബിസിനസ്സിന് ഒന്നും കൂടി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു എസ്റ്റിമേറ്റ് ഇട്ടു, 40 കോടി വേണം ഇനി എനിക്കുള്ള ബിസിനസ്, അതായത് എക്സിൻ്റെ ഓൾറെഡി ഉള്ള ബിസിനസ് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യണമെങ്കിലും, മോടി പിടിപ്പിക്കണമെങ്കിലും, കൂടുതൽ മികച്ച ഒരു റവന്യൂ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും, അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് തുടങ്ങാനും അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും റിസോഴ്സസും എല്ലാം എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പുതിയ ടെക്നോളജീസൊക്കെ കണ്ടുപിടിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനായിട്ട് ചിലവാകുന്ന എക്സ്പെൻസാണ് എന്തെന്ന് പറയുന്നത്? ഈ 40 കോടി അവർ എസ്റ്റിമേറ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഉള്ള ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് ക്യാപെക്സ് എന്ന് പറയാം. അപ്പോൾ കമ്പനിക്ക് ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ 40 കോടി അല്ലെങ്കിൽ 40 crore വേണമെന്നിവർ എസ്റ്റിമേറ്റ് ഇട്ടു. അപ്പോൾ കമ്പനി എങ്ങനെ ഈ 40 കോടി എവിടെ നിന്ന് കമ്പനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും? ഈ 40 കോടി
ഓൾറെഡി ഉള്ള ബിസിനസ് വീണ്ടും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനാണ് ഈ 40 കോടി ആവശ്യമായിട്ട് വരുന്നത്. കമ്പനിക്ക് എങ്ങനെയൊക്കെ ഓൾറെഡി ഈ ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് 3 വഴിയാണ് പ്രധാനമായിട്ടും കമ്പനിയുടെ മുന്നിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റുകൾ, നല്ല റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും ഒരു പാർട്ട് വേണമെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് എടുക്കാം? ഈ ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അതിനെ പറയുന്നതാണ് ഇൻറ്റേർണൽ അക്രൂവൽ എന്നത്. അതായത് കമ്പനിയുടെ അകത്തുള്ള പ്രോഫിറ്റിൽ നിന്ന്, കമ്പനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു ശതമാനം, ഒരു പാർട്ട് നമ്മൾ കമ്പനിയുടെ വികസനത്തിനായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ അക്രൂവൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ വഴിയാണിത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റലിൽ നിന്നും ആദ്യം കുറച്ച് ഫണ്ട് വാങ്ങിച്ചായിരുന്നല്ലോ, ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നല്ലോ. അതുപോലെ വേറൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ സീരീസ് ബി ഫണ്ടിങ് എന്ന് പറയും. അങ്ങനെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കമ്പനിക്ക് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കൂടി കമ്പനി കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. അപ്പോൾ അങ്ങനെ സീരീസ് ബി ഫണ്ടിങ്ങിലൂടെ ബി എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയും കൂടെ കമ്പനിക്ക് ആവശ്യമായിട്ട് വരികയാണ് ഫണ്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയും കമ്പനിക്ക് എന്ത് ചെയ്യാം? ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഫണ്ട് കണ്ടെത്താനായിട്ട് പറ്റും വേറൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൽ നിന്ന്, സീരീസ് ബി ഫണ്ടിങ് വഴി. ഓക്കെ, ഇനി എന്നാലും 40 കോടി തികയുമെന്ന് ഡൗട്ടാണ്, തികയത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ വീണ്ടും ഒരു വഴിയും കൂടെ കമ്പനിക്കുണ്ട്. ബാങ്കിൽ നിന്ന് ലോണിന് അപ്ലൈ ചെയ്യാം. ബാങ്കിന് അതിനെ നമ്മൾ ഡെറ്റ് എന്ന് പറയും. അതായത് കടമാണ് അതൊരു, അല്ലേ? ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അതൊരു കടബാധ്യതയാണ്, അതൊരു ഡെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ 3 വഴിയിലൂടെയും കമ്പനി ഫൈനലി എന്ത് തീരുമാനിച്ചു? ഇതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഈ 3 മാർഗങ്ങളിലൂടെയും കമ്പനി ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാം. കമ്പനി ഓവറോളായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കമ്പനി തീരുമാനിച്ചു ഒരു 15 crore നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും എടുക്കാം. പിന്നീട് ഒരു 10 crore ബി എന്ന് പറയുന്ന ഒരു പുതിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൽ നിന്നും വാങ്ങിക്കാം. സീരീസ് ബി ഫണ്ടിങ് ആണ് അവിടെ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ചുമ്മാ കയറി ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. 10 crore അയാൾക്കൊരു 5% സ്റ്റേക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 5% ഷെയർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അയാളെ 5% ഷെയറിൻ്റെ ഓണർ ആക്കുകയാണ് കമ്പനിയുടെ. എങ്കിൽ മാത്രമേ അയാൾ 10 crore കൊടുക്കൂ. ബി 10 crore കൊടുക്കുകയുള്ളൂ. അങ്ങനെ ബി എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കൊണ്ടുവന്നു. 10 കോടി അയാളിൽ നിന്ന് വാങ്ങിച്ചു. 5% ഷെയർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും അയാൾക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. ഇനിയും വേണമല്ലോ, ഇപ്പം 15 crore ആയി, 10 crore ആയി. അപ്പോൾ ഇനിയും ഒരു 15 crore കൂടെ ഉണ്ടെങ്കിലേ 40 ആവത്തുള്ളൂ, എസ്റ്റിമേറ്റഡ് ആവത്തുള്ളൂ, ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി അവരപ്പോൾ എന്ത് ചെയ്യും? വേറൊരു വഴിയുമില്ല, ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുക. ബാങ്ക് ലോണിലൂടെ 15 crore റൈസ് ചെയ്തു. അപ്പോൾ ഓൾറെഡി കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള 40 crore കിട്ടിക്കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളിലൂടെയും കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി തരാം. കമ്പനിയുടെ ഇൻറ്റേർണൽ അക്രൂവൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും ഒരു 15 crore, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വന്നു, അയാളിൽ നിന്നും ഒരു 10 crore, പിന്നീട് ബാങ്ക് ലോൺ വഴി ഒരു 15 crore റേസ് ചെയ്തു. മൊത്തം ടോട്ടൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള 40 crore കമ്പനിക്ക് കിട്ടി. അപ്പോൾ അതുവഴി കമ്പനിയുടെ എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പം കമ്പനിയുടെ നമ്മൾ മുമ്പ് പറഞ്ഞു കമ്പനിക്ക് 36% അലോട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ള ഷെയർസ് ബാക്കിയുണ്ട്. ഇഷ്യൂ ചെയ്യാത്ത ഷെയർസ് ഇരിപ്പുണ്ട് 36%. അതിലൊരു 5% ആണ് നമ്മൾ ആർക്ക് കൊടുത്തത്? ബി എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് കൊടുത്തത്, അല്ലേ? അപ്പോൾ ഇനി ബാക്കി കമ്പനിയുടെ കൈവശം അലോട്ട് ചെയ്യാത്ത എത്ര % ഷെയർ ഉണ്ട്? 31% ഷെയർ ആണ് ഇനി ബാക്കി കമ്പനിക്കുള്ളത്. ബാക്കിയെല്ലാം അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ കമ്പനി വരുത്തി, ക്യാപെക്സ് റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
കമ്പനിയുടെ വാല്യുവേഷൻ വീണ്ടും കൂടി. മനസ്സിലായില്ലേ? കമ്പനി വാല്യുവേഷൻ വീണ്ടും കൂടി 50 crore 50 കോടിയിൽ നിന്ന് കമ്പനിയുടെ ഷെയർ വാല്യുവേഷൻ എന്ന് പറയുന്നത് 62 crore ആയി മാറി, 62 കോടിയായിട്ട് ഉയർന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മെയിനായിട്ട് നമ്മൾ ഹെഡ്സ് ഓഫ് ടു ഓൺട്രപ്രണർ. അപ്പോൾ ഇതിന് മേൽനോട്ടം വഹിച്ച ആ പ്രൊമോട്ടർ എക്സിനെയാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് സമ്മതിച്ച് കൊടുക്കാതിരിക്കാൻ വയ്യല്ലേ എക്സിന്. കാരണം അത്രമാത്രം നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം ബിസിനസ് ഇവിടെ വരെ എത്തിച്ചേർന്നത്. കൂടാതെ തന്നെ എക്സിനോടൊപ്പം വന്ന വൈയും ഇസഡും അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഒക്കെ എയും ബിയും ഒക്കെ. അപ്പോൾ ഫുള്ളി ആ മാനേജ്മെൻറ്റ് ടീമിൻ്റെയൊക്കെ എഫിഷ്യൻസി കാരണമാണ് ഇത്ര നല്ലൊരു റവന്യൂ കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്, ഇത്ര നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയത്, ഇത്ര നല്ല രീതിയിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയത്. ശരിക്കും ഞാൻ ഇത്രയും പറഞ്ഞതും ഒരു സ്റ്റോറി പോലെയാണ്, ഒരു എക്സാമ്പിൾ പോലെയാണ്. പക്ഷേ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് ഇത്ര നല്ല ബിസിനസ് കാഴ്ചവെച്ച റിയൽ വേൾഡ് എക്സാമ്പിൾസും ഉണ്ട്. ഇൻഫോസിസ്, ഫേസ്ബുക്ക്, ഗൂഗിൾ ഇവരുടെയൊക്കെ മാനേജ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ എൻറ്റയർ അവരുടെ സിസ്റ്റം വളരെ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ അവർ ആക്റ്റീവാണ്, നമ്മുടെ റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി, കമ്പനി ഇപ്പോഴും വളരെ സക്സസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8 വർഷത്തോളം കടന്നു പോയെന്നിരിക്കട്ടെ. അപ്പോൾ അപ്പോഴേക്കും കമ്പനി വാല്യുവേഷൻ ഉയർന്ന് 200 crores ആയിട്ട് മാറി, 200 കോടിയായിട്ട് മാറി കമ്പനിയുടെ വാല്യുവേഷൻ. അപ്പോഴത്തേക്കും കമ്പനിക്ക് തോന്നി കമ്പനിക്ക് വീണ്ടും ബിസിനസ്സിന് രാജ്യത്തിന് പുറത്ത്, അതായത് കൺട്രിക്ക് പുറത്ത് അബ്രോഡൊക്കെ ബിസിനസ് റൈസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിക്കുകയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് കമ്പനിക്ക് വീണ്ടും ഒരു ഐഡിയ തോന്നി. ഓക്കെ, ഒന്നും കൂടെ കമ്പനി ഒന്ന് ഗ്രോ ചെയ്യിപ്പിക്കണം, ഒന്ന് ഡെവലപ്പ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഉള്ള പ്രോഡക്റ്റും മാനുഫാക്ചറിങ് യൂണിറ്റും മാത്രമല്ല, മറ്റു ചില പ്രോഡക്റ്റുകളും കൂടി കമ്പനി പുതുതായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു ക്യാപെക്സ് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ള ബിസിനസ്സിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് ക്യാപെക്സ് റിക്വയർമെൻ്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വീണ്ടും പുതിയ പ്രോഡക്റ്റുകൾ ഇവർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പുറത്ത് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും കൂടി ബിസിനസ് വ്യാപിപ്പിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ക്യാപിറ്റൽ റിക്വയർമെൻ്റ് അല്ലെങ്കിൽ ഒരു ക്യാപെക്സ് റിക്വയർമെൻ്റ് ഇവർക്ക് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു 60 കോടിയാണ്. അപ്പോൾ ഒരു 60 കോടി കൂടി കമ്പനിക്ക് വേണം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്യാപെക്സ് റിക്വയർമെൻ്റ് ആയിട്ട് 60 കോടി കൂടി വേണമെന്ന് കമ്പനി എസ്റ്റിമേറ്റ് ഇട്ടു. അപ്പോൾ കമ്പനി കടം മേടിക്കാനൊന്നും ഒരുക്കമല്ല. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് വേണമെങ്കിൽ തീർച്ചയായും ഭയങ്കര ഫിനാൻഷ്യൽ ചാർജ് അവർ ഈടാക്കും. ലോണൊക്കെ എടുത്താൽ അല്ലേ, നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് കമ്പനി കടം മേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനം കമ്പനിക്കില്ല. പകരം കമ്പനിക്ക് ഓൾറെഡി ഒരു 31% ഷെയർ ഉണ്ടല്ലോ, ഇഷ്യൂ ചെയ്യാതെ അവർ മാറ്റി വെച്ചിരിക്കുന്ന ഷെയർ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഷെയർസ് ഇവർ അലോട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മൾ നോക്കും, ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ ആണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഇത്രയും വലിയ എമൗണ്ടൊന്നും ഒരിക്കലും പേ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സീരീസ് സി ഫണ്ടിങ് ആണ് അവർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൽ നിന്നും അല്ല അത്. കാരണം വളരെ ചെറിയ എമൗണ്ടേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൽ നിന്നും കിട്ടത്തുള്ളൂ, അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ആര് പോകും? കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും.
ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ പോലെയല്ല വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അവരെന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണലാണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടീമാണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനുള്ളത്. നല്ല വലിയൊരു ഫേമാണ്, അവിടെ നല്ല പ്രൊഫഷണലും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും വർക്ക് ചെയ്യുന്ന. അവരെന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവർക്കറിയാം ഈ ബിസിനസ് നല്ല രീതിയിൽ വളരും എന്നവർക്ക് അത്രയ്ക്ക് വേറെ രാജ്യങ്ങളിലും ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുമെന്നുള്ള ഉറപ്പോടുകൂടി മാത്രമേ ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഇൻവെസ്റ്റിംഗ് സീരീസ് സി ഫണ്ടിങ് നടന്നു. അത് ആരാണ്? പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ ഈ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. അതുവഴി അവർക്കും കമ്പനിയുടെ ഒരു ഓണർ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ഇത്രയും ഈ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏകദേശം ഒരു 60 crore അവർ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അവരും അത് കമ്പനിയുടെ ഒരു ഓണറായി മാറുകയാണ് ഷെയർസിൻ്റെ. അപ്പോൾ അവർക്കൊരു 15%, അതായത് നമ്മൾ 31% മാറ്റി വെച്ചിരുന്നതിൽ 15% സ്റ്റേക്ക് അതുവഴി അവർക്ക് കിട്ടും. അപ്പോൾ പിന്നീട് ബാക്കി കമ്പനിയിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് എത്രയാണ്, പിന്നീടൊരു 16% കൂടിയാണ് കമ്പനിയിൽ ബാക്കി ഇനിയുള്ള ഇഷ്യൂ ചെയ്യാത്ത ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപെക്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവർ എന്ത് ചെയ്യാനായിട്ടാണ്, അവരുടെ നമ്മുടെ കമ്പനിയിൽ അവരുടെ മെമ്പേഴ്സിനെ ബോർഡ് അംഗങ്ങളായിട്ടും വെക്കും. കാരണം അവർക്കറിയണം അവർ ഇത്രയും വലിയ എമൗണ്ട് മുടക്കി, അപ്പോൾ ബിസിനസ് നല്ല രീതിയിലാണ് പോകുന്നത്, നല്ല സ്മൂത്തായിട്ട് നല്ല ഡയറക്ഷനിലാണ് ബിസിനസ് പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ ചില മെമ്പേഴ്സിന് നമ്മുടെ കമ്പനി ബോർഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അവരും എന്ത് ചെയ്യും, കമ്പനി ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം അവരും ഷെയർ ഹോൾഡേഴ്സ് ആവുകയാണ് അതുവഴി. അപ്പോൾ അവർക്കും നമ്മുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ വലിയൊരു പങ്കാണ് ഉള്ളത് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനും. അങ്ങനെ ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും കൂടി ബിസിനസ്സിലോട്ട് വന്നതോടുകൂടി കമ്പനി മൊത്തത്തിൽ ഡെവലപ്പായി വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ മറ്റുള്ള പ്രോഡക്ട്സും കൂടെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഓൾറെഡി കമ്പനിയുടെ വാല്യുവേഷൻ വീണ്ടും 200 crores നിന്നും 400 crores ഉയർന്നു കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളുകൾക്കൊടുവിൽ കുറേ വർഷങ്ങൾ കടന്നുപോയി, ഇത്രയും നാളുകൾക്കൊടുവിൽ കമ്പനിക്ക് വീണ്ടും വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഒത്തിരി നാളെടുക്കും, കാരണം ഒത്തിരി നാളെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ വ്യാപിപ്പിക്കാനുണ്ട്, കുറേ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, വേറെ പല പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഒത്തിരി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരുന്നു. ഇനി നമ്മുടെ കമ്പനി എങ്ങനെ ഗ്രോ ചെയ്യും, അതുപോലെ തന്നെ കമ്പനിക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, കമ്പനി എപ്പോഴാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യുന്നത്, എപ്പോഴാണ് ഷെയർസ് പബ്ലിക്കിനായിട്ട് കമ്പനി നൽകുന്നത് എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് അടുത്ത എപ്പിസോഡിലൂടെ കേൾക്കാം. Till then, bye bye, take care, thanks for hearing.